ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് പ്രധാനമായിട്ടും പറയണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ മനാഫ് അർജുൻ വിഷയം തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഏതൊരു കുട്ടിനോടും കേരളത്തിലൊരു കുഞ്ഞു കുട്ടി മുതൽ ഏറ്റവും ഓർമ്മ നിൽക്കുന്ന ഏതൊരു പ്രായമായ ആളുകളുടെ ഉള്ളിൽ പോലും നെഞ്ചിൽ പോലും അർജുൻ അങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അർജുൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിരൂറെന്നും അർജുനെന്നും മനാഫെന്നും പറയാത്ത ഒരു കുഞ്ഞു കുട്ടികൾ പോലും ഉണ്ടാവില്ല. കാരണം അത്രമാത്രം കേരളീയൻ്റെ മനസ്സിൽ ഇടനെഞ്ചിൽ ഇടം നേടിയ ഒരാളാണ് അർജുൻ. അതിനേക്കാൾ ഉപരി ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകാത്മകമായി മനുഷ്യത്വം എന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വളരെ ആദരിക്കപ്പെടുകയും ഒരൊറ്റ അർജുൻ്റെ വിഷയത്തോട് മാത്രം ലോകം മുഴുവൻ അംഗീകരിച്ച, ആദരിച്ച, സ്നേഹിച്ച ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ് മനാഫ്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ അർജുൻ്റെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ആ സമയത്തായിരുന്നു. അർജുനെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള മനാഫിൻ്റെ വൈകാരികമായ പ്രതികരണം. ഏതൊരു ഹൃദയത്തിൽ അനുകമ്പുള്ള ഒരാളെ ഹൃദയത്തിന് സ്പർശിക്കാൻ വിധത്തിൽ അത്രമാത്രം അതുവരെ അദ്ദേഹം തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ സങ്കടങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നത്. അത് മനുഷ്യ ഹൃദയങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അർജുൻ്റെ വേർപാട് ഓരോ മനുഷ്യർക്കും സങ്കടമുണ്ട്. ഈ കേരളത്തിൽ ഉള്ള ജീവിച്ചിരിക്കുന്നവരും പുറത്ത് ജീവിച്ചിരിക്കുന്ന മലയാളികളും ഹൃദയത്തിൽ സ്നേഹം പറ്റാത്ത എല്ലാ മനുഷ്യരും അർജുൻ തിരിച്ചു വരണേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മിംസിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പം മിംസിൽ ഞങ്ങൾ എക്കോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിലമ്പൂരുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഞാനും കൂടെ അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് കടൽക്കരയിലൊരു മത്സ്യത്തൊഴിലാളികൾ ഒരാളുടെ 3 മത്സ്യത്തൊഴിലാളി മൃതദേഹം കണ്ടെത്തി. അപ്പം ഞാനും ആദ്യം നമ്മൾ ആലോചിച്ചു, അവർക്കിൽ അർജുനായിരിക്കില്ല. അപ്പം ഞാനും അവരും കൂടെ സംസാരിച്ചു, അർജുൻ എവിടെയെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടാവാം, ഏതെങ്കിലും കരക്ക് പറ്റിയിട്ടുണ്ടാവും. നമ്മളൊക്കെ കഥയിലും സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്തെങ്കിലും അർജുൻ തിരിച്ചു വരികയായിരിക്കും. അപ്പോൾ ആ സ്ത്രീയും പറഞ്ഞു, ശരിയാണ്, അങ്ങനെ വരികയാണെങ്കിൽ അത് വല്ലാത്തൊരു അത്ഭുതമായിരിക്കും, അല്ല കുടുംബത്തിന് അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കില്ലേ എന്ന് പറഞ്ഞു. അത്രമാത്രം അർജുൻ മരിക്കാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല നമ്മളാരും. പക്ഷേ വിധി, നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം. അർജുൻ്റെ മരണം പടച്ച തമ്പുരാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. എങ്ങനെയായാലും അർജുനെ 72 ദിവസത്തിന് ശേഷം കിട്ടി. കേരളം മൊത്തത്തിൽ കണ്ണീരോടുകൂടിയാണെങ്കിലും ആ സത്യം കിട്ടിയതിൽ സന്തോഷിച്ചു. കാരണം അതിൻ്റെ പിന്നിൽ മനാഫ് എന്ന ചെറുപ്പക്കാരന് അങ്ങേയറ്റം പ്രയാസങ്ങൾ, പലതരത്തിലും ആക്ഷേപഹാസ്യങ്ങൾ അതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോട്ടെ. പക്ഷേ ഇന്നലെ അർജുൻ്റെ കുടുംബം നടത്തിയ ഒരു കുറ്റപ്പെടുത്തൽ ഭയങ്കര നെഞ്ചകം പൊള്ളിക്കുന്നൊരു കുറ്റപ്പെടുത്തൽ തന്നെയായിരുന്നു. അവരുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കാം, എങ്കിലും 99% ആളുകളും മനാഫിനൊപ്പമാണ്. 100ൽ 100 എന്ന് പറയാം. അപ്പോൾ അവർ പ്രധാനമായിട്ടും ആരോപിച്ചത് എന്താണെന്ന് വെച്ചാൽ മനാഫ് കുട്ടിയായിട്ട് ഏറ്റെടുക്കും, സ്വന്തം കുട്ടിയായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അത്ര പിച്ച തണ്ടിയ അല്ലെങ്കിൽ ജീവിക്കേണ്ട അവസ്ഥ ഒന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അർജുൻ എന്ന വ്യക്തിനെ കേരളം അറിയുന്നത് മനാഫിലൂടെയാണ്. മനാഫ് എന്ന വ്യക്തിയുടെ അതിവൈകാരികമായ വാക്കുകളുടെയും ചലനങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെയും തന്നെയാണ് മനാഫ് മീഡിയകൾ വഴി കേരളത്തിൻ്റെ ഹൃദയത്തിലേക്ക് എത്തിയത്. അതിനൊരിക്കലും നമ്മൾക്ക് അപ്പോൾ അവർ പറഞ്ഞു മനാഫ് വൈകാരികതയെ വിറ്റ് ഇപ്പോൾ കാശുണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞാൽ വൈകാരികമായി തന്നെയാണ് എല്ലാ ചാനലുകളും അർജുൻ്റെ വിഷയം കൈകാര്യം ചെയ്തത്. അതിവൈകാരികമായിട്ട് തന്നെയാണ്. കാരണം ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് ഓരോ മാധ്യമ പ്രവർത്തകർക്കും നന്നായിട്ടറിയാം. ആ രീതിയിൽ തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അർജുൻ്റെ ശ്രദ്ധയിൽ അന്ന് നമ്മൾ വയനാടിൻ്റെ ദുരന്തത്തിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. ഇതിനേക്കാൾ അതിഭീകരമായൊരു ദുരന്തമായിരുന്നു. ഒന്നല്ല, 100 കണക്കിന് ആളുകൾ മണ്ണിനടിയിലായി, 1000 കണക്കിന് ആളുകൾ
ഒന്നുമില്ലാത്തവരായി മാറി. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ ലോകത്ത് ആരുമില്ലാത്ത ശ്രുതിയെ പോലുള്ള അനേകരെ സൃഷ്ടിച്ചൊരു ദുരന്തമായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മളൊക്കെ വീട്ടിലിരുന്ന് കരഞ്ഞു അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും പാതിരാവുകൾ വരെ ന്യൂസ് ചാനലുകൾ മാറി നോക്കിക്കൊണ്ടിരുന്നു. നമ്മളെ ഏക ആശ്രയം ന്യൂസ് ചാനലുകളായിരുന്നു. അതിലാണെങ്കിൽ പിന്നെ ഓരോ മനുഷ്യൻ്റെയും അതിവൈകാരികമായ കഥകളും അവരെ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ വരച്ച് കാണിച്ചുകൊണ്ടായിരുന്നു ഓരോ മീഡിയകളും അത് പുറത്തേക്ക് വന്നിരുന്നത്. അത് കണ്ടിന് നമ്മൾ ചേർത്ത് പിടിച്ചത് ആ മണ്ണ് എന്താ പറയുക, ഇത് അർജുനോടൊപ്പം ഒരുപാട് ആളുകൾ കാണാതായി. 11 പേരെ കാണാതായിട്ട് 8 പേരെ കിട്ടി. അർജുനും മറ്റു 2 സഹോദരങ്ങളെ കിട്ടാനുണ്ടായിരുന്നു. ആ സഹോദരങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരു വാർത്ത എവിടെയെങ്കിലും ഉണ്ടോ അല്ലേ? അർജുൻ്റെ കൂടെ വേറെ ഏതോ 2 ആളുകളോട് കാണാതായിട്ടുണ്ട്. അവർ അർജുനേക്കാളും നിസ്സഹായരും ദുർബലരുമായ ഫാമിലിയാണ് എന്ന് മനാഫിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ നിർധനരായ കുടുംബത്തിൻ്റെ നെടുന്തൂണുകളാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ട് അതിന്ന് വാർത്തയാവുന്നുണ്ട്. ഇല്ല, യഥാർത്ഥത്തിൽ മനാഫിലൂടെയാണ് അർജുൻ പിന്നീട് ജീവിച്ചത്. ഈ 72 ദിവസവും അർജുൻ ജീവിച്ചത് മനാഫിലൂടെയാണ്. കാരണം വയനാടിൻ്റെ മണ്ണിൽ ഈ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധയും കാരുണ്യവും സഹായ ഹസ്തങ്ങളൊക്കെ വയനാട്ടിലേക്ക് ഒഴുകി. കാരണം അത്രമാത്രം ദുരന്തപൂർണമായിരുന്നു ആ ഭൂമിയിലെ അവസ്ഥ. അതൊരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിനപ്പുറമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമയത്ത് അർജുൻ്റെ വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് മനാഫിൻ്റെ ചാനലുകളിലും മനാഫിൻ്റെ വൈകാരികമായ മറ്റ് ചാനലുകൾക്ക് അദ്ദേഹം എത്തിച്ചു കൊടുത്ത വാർത്തകളിലൂടെയായിരുന്നു. ഒരുപാട് സോഷ്യൽ ക്യാമ്പയിൻ നടന്നു അർജുന് വേണ്ടിയിട്ട്. അതും അർജുൻ എന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷണം തുടരണം എന്നുള്ളത് വികാരമുണർത്താൻ ഒരു കാരണമായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അർജുനെ വീണ്ടും തിരയാൻ നമ്മുടെ സർക്കാരിനായാലും കർണാടക സർക്കാരിനായാലും പ്രേരിപ്പിച്ചത്. ഇതേ ഘടകങ്ങളാണ്. മാനുഷികമായ വൈകാരിക തലങ്ങളുടെ ഉയർച്ചയും അതിനോട് തുറന്നുള്ള പ്രതിപ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഒരിക്കലും വൈകാരികമായി കച്ചവടാക്കി എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനാവില്ല. പിന്നെ ഒരു കുട്ടീനെ നമ്മളായാലും പറയില്ല, ഒരു കുട്ടീനെ അങ്ങനെ ഒരു അച്ഛനമ്മയൊക്കെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, വയനാട് തന്നെ ഒരുപാട് കുട്ടികൾ അനാഥരായപ്പം അതിനെ ഏറ്റെടുക്കാൻ ഒരുപാട് സന്നദ്ധരായി കുറേ ആളുകൾ വന്നു. മുലപ്പാൽ കൊടുക്കാൻ വരെ സന്നദ്ധരായി ഉമ്മമാരെത്തി. എന്തും തങ്ങളുടെ കയ്യാവുന്ന കുഞ്ഞു സഹായങ്ങൾ മുതൽ ഏറ്റവും വലിയ സഹായങ്ങൾ കൊണ്ടുവരെ വയനാട്ടിലേക്ക് ആളുകൾ ഒഴുകി. അതും വൈകാരികത തന്നെയാണ്. ചില സന്ദർഭങ്ങളിൽ പക്വതയേക്കാളേറെ വൈകാരികമായ സമീപനങ്ങൾ വിജയം കാണുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളായിരുന്നു മനാഫിലൂടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ വ്യക്തികളും ഒരുപോലെയല്ലല്ലോ. എല്ലാവരും സങ്കടങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരേ രീതിയിലില്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ, നമ്മളെ സ്വന്തം കുടുംബത്തിൽ ഞാനൊക്കെ അത്യാവശ്യം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കുന്നതാണ്. പക്ഷേ എൻ്റെ നേരെ സഹോദരി ഒരു ചെറിയ സങ്കടം വന്നാൽ പൊട്ടി കരയുന്ന ആളുകളാണ്. അപ്പോൾ എന്താ വെച്ചാൽ പലരും ചേർന്നതാണ് നമ്മളെ സമൂഹം. നമ്മൾ ആഗ്രഹിക്കും പോലെ മറ്റുള്ളവർ പ്രതികരിക്കണം, മറ്റുള്ളവർ കരയണം, മറ്റുള്ളവർ ചിരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റൂലല്ലോ. പലപ്പോഴും ഇൻ്റർവ്യൂകൾ ഞാനിങ്ങനെയാണ്, ഞാൻ പച്ചയായൊരു മനുഷ്യനാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പണപ്പിരിവ് നടത്തിയെങ്കിൽ എന്നെ മാനാഞ്ചിറയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞോട്ടെ, കൊന്നോട്ടെ എന്ന് പറ അത്രയും ധൈര്യത്തോടെ ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ 1 രൂപ പോലും പിരിച്ചിട്ടില്ല. അയാൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട്, അയാൾ എളിമ കൊണ്ടാണ് അയാൾ ഞാൻ സാധാരണക്കാരൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം കൂടെ നിൽക്കുന്നത് സാധാരണക്കാരൊപ്പമാണ്. അദ്ദേഹം ഒരിക്കലും ഒരു മുതലാളിയായിട്ടല്ല നിൽക്കുന്നത്. അപ്പം തൻ്റെ തൊഴിലാളികളുടെ അധ്വാനമാണ് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളൊക്കെ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തനിക്കെന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന പോലെ തൻ്റെ തൊഴിലാളികൾക്കും വരുന്ന അദ്ദേഹം കണ്ടു. എത്ര അപകടങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നു. ഇങ്ങനെ മുതലാളിമാരുണ്ടോ അല്ലേ? എത്ര ഡ്രൈവർമാർ മരിക്കുന്നു. അതൊരു ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. ആ സ്ഥലത്താണ് 72 ദിവസം അഹോരാത്രം ചെളിയിൽ കാൽമുട്ട് വരെ ചെളിയിൽ പുതഞ്ഞും മഞ്ഞിനോടും മഴയോടും വെയിലിനോടും മല്ലടിച്ച് മനാഫ് ഗംഗാവലി തീരത്ത് നിന്നത്.
ഗംഗാവലിപ്പുഴയുടെ തീരത്തുനിന്ന് മനാഫ് ഓരോ കാര്യങ്ങളും ചിത്രീകരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരിക്കുക നാളെ ഇതിനൊക്കെ എനിക്കൊരു തിരിച്ചടി കിട്ടുമെന്നുള്ളത്. കാരണം ചില സമയത്ത് നമ്മൾ ആത്മാർത്ഥത കൂടിപ്പോയി. നമ്മൾ പറയല്ലോ, മഴ തോർന്നാൽ കൂടെ ഒരു ബാധ്യതയാണ്. ശരിയാണ്, ചില ആർക്കെങ്കിലും കൂടെ ഒരു ബാധ്യതയാണ്. കാരണം അർജുനെ കിട്ടുന്നത് വരെ കുടുംബങ്ങൾ അവരുടെ പ്രതിഷേധം, ഇതുപോലൊരു വാർത്താ സമ്മേളനം കുറച്ച് മുന്നേ നടത്തിയിരുന്നെങ്കിൽ മനാഫിന് ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കാമായിരുന്നു. ഒന്നും കൂടി നാടകീയാത്മകമായിട്ട് അദ്ദേഹത്തിന് പെരുമാറാമായിരുന്നു. ഇത് തന്നോടൊപ്പം അർജുനനുണ്ട്, അർജുൻ്റെ ഫാമിലിയുണ്ട്, എനിക്ക് അർജുൻ മാത്രമല്ല മറ്റൊരമ്മയും സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, മറ്റൊരു കുഞ്ഞുണ്ട് എന്നൊരു തൻ്റെ ഉള്ളിൽ അദ്ദേഹം അത്യുത്കടമായി അവരെ സ്നേഹിച്ചു പോയതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നിസ്വാർത്ഥനായി സംസാരിച്ചു തുടങ്ങിയത്, പ്രവർത്തിച്ചു തുടങ്ങിയത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്. ജീവിതത്തിൽ അത് പ്രാക്ടിക്കലാക്കുക എന്നുള്ളത് കുറച്ചൊന്നുമല്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നമ്മളടക്കം. അപ്പോൾ മനാഫ് എന്ന വ്യക്തിത്വം, അത് നമ്മളെല്ലാവരും ഇതുപോലെ ഒരുപാട് വ്യക്തികൾ കൂടിച്ചേർന്നതാണ് നമ്മുടെ ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തെ അവർ പറഞ്ഞു യൂട്യൂബ് ചാനലിന് വ്യൂവേഴ്സ് ഉണ്ടാക്കാനാണെന്ന്. ശരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയത്ത് ഫസ്റ്റ് അർജുനെ തിരയാൻ പോയ സമയത്ത് സ്വമേധയാ വന്നിട്ട് എന്താ പറയുക, അതോറിറ്റി മുഴുവൻ നിരുത്സാഹപ്പെടുത്തിയിട്ട് സമ്മതം കൊടുക്കാതിരുന്നിട്ടും അദ്ദേഹം സ്വയം തൻ്റെ ജീവൻ എന്താ പറയുക ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ് ശരിക്കും അദ്ദേഹം ആ വെള്ളത്തിലേക്ക് എടുത്തിരുന്നത്. നമ്മളൊക്കെ ശരിക്കും ഈശ്വർ മാൽപ്പെ പൊങ്ങുന്നത് വരെ, പൊങ്ങിയ കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ ശ്വാസം അടക്കി പിടിച്ചാണ് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അതിവിദഗ്ധന്മാരായ ഡൈവേഴ്സ് പോലും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിച്ച സമയത്താണ് അതികഠിനമായ കുത്തൊഴുക്കിനെ അതിപേമാരിയെ അല്ലേ, കോരിച്ചൊരിയുന്ന പേമാരിയെ പോലും വകവെക്കാതെ ഈശ്വർ മാൽപ്പെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്. ആ എടുത്തു ചാടിയത് അദ്ദേഹം ഒരു പ്രാവശ്യം അദ്ദേഹം ഒഴുകിപ്പോവുകയും കൂടി ചെയ്തു. ഇതൊക്കെ തൻ്റെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് താനെ രണ്ട് ആംബുലൻസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം ഉപയോഗിക്കുന്നത്. പലരും ഇപ്പം ഞാനൊക്കെ ഒരു കൊല്ലത്തിലേറെയായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു രൂപ പോലും നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല. മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ വീണ്ടും വാർത്തകൾ ഇടാൻ തുടങ്ങിയ അർജുൻ്റെ വിശേഷങ്ങളാണ്. അതോടുകൂടി നിർത്താമെന്ന് അദ്ദേഹം കരുതിയെങ്കിലും അദ്ദേഹം അത് എന്താ പറയുക, വെറും 10,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഞാനിപ്പോൾ 3,27,000 സബ്സ്ക്രൈബേഴ്സായി. നമ്മൾ യാചിച്ചും പറഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നത് അല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊന്നുമില്ലാതെ മനുഷ്യത്വം എന്ന ആ അക്ഷരങ്ങളിൽ നിന്ന് മനാഫിനൊക്കെ ലക്ഷങ്ങളിലാണ് ഒഴുകിയെത്തിയത്. അപ്പോൾ സത്യത്തിൻ്റെ കൂടെ, ദയയുടെ കൂടെ, സ്നേഹത്തിൻ്റെ കൂടെ, ത്യാഗത്തിൻ്റെ കൂടെ എന്നും മനുഷ്യരുണ്ടാവും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ശരിക്കും ഇവരുടെ ഒരു വാർത്താ സമ്മേളനം അനവസരത്തിലായിപ്പോയി അർജുൻ്റെ ഫാമിലിയുടെ. കാരണം അർജുൻ ചിതയിൽ അമർന്നിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഒരു കണ്ണീരും നോവുമായി അർജുൻ 72 ദിവസം മനുഷ്യ മനസ്സിൽ ജീവിച്ചിട്ട് ഇപ്പോഴാണ് അർജുൻ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അതന്നെ ഭാഗികമായിട്ട്. അതിനാണെങ്കിലോ ഞാൻ കേരളം കണ്ടതിൽ വെച്ച് ഒരു സാധാരണക്കാരന് കിട്ടുന്നതിനേക്കാളും അതിമനോഹരമായ യാത്രാമൊഴിയായിരുന്നു അർജുന് കിട്ടിയത്. ഒരു മികച്ച രാഷ്ട്രീയ നേതാവോ ഉന്നതനായ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ പ്രവർത്തകനോ ഒരു സൈനികനോ ഒന്നുമല്ലാതിരുന്നിട്ട് പോലും വെറും സാധാരണക്കാരനായിട്ട് അർജുൻ ഇത്രയും മഹത്തമായ അല്ലെങ്കിൽ ഇത്രയും ഉജ്ജ്വലമായൊരു യാത്രയപ്പ് മറ്റേത് സാധാരണക്കാരനാണ് ഈ ലോകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മനാഫിലൂടെ അർജുൻ പുനരുജ്ജീവിക്കുകയായിരുന്നു മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ. ഒരിക്കലും അർജുൻ്റെ കുടുംബം അതൊന്നും മറന്നു പോകരുതായിരുന്നു. പിന്നെ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മനാഫ് എന്താ പറയുക യൂട്യൂബ് ചാനൽ വളർത്തി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. മനാഫെന്നെ പറയുന്നു 2 തലമുറക്ക് ജീവിക്കാൻ മാത്രമുള്ളത് നിൻ്റെ ബാപ്പനെ സമ്പാദിച്ചിട്ടുണ്ട്, ഞാൻ അത്യാവശ്യം നല്ല ബിസിനസ്മാനാണ്, എൻ്റെ അനിയനും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സാഹോദര്യത്തോടു കൂടി നടത്തിക്കൊണ്ട് കൂടുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഓരോ റൂമിലിരുന്ന് മനാഫിൻ്റെ കുടുംബവും അർജുൻ്റെ കുടുംബവും തമ്മിൽ ഒരുമിച്ചിരുന്ന് അവരുടെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാവുന്ന ഒരു വിഷയത്തെ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ കുഞ്ഞു വിഷയങ്ങളെപ്പോലും പെരുപ്പിച്ച് കാണിച്ച്
പിന്നെ എന്താ പറയുക, എന്താണ് ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അവർക്ക് ഒരു യാത്രയപ്പ് നൽകി. അത് സന്തോഷത്തോടു കൂടി പറഞ്ഞതായിരിക്കാം മനാഫ്. കാരണം ഒരു അമ്മനോട് പറയുകയാണല്ലോ, നമ്മളെ കൂടെ ഇതുവരെ നിന്നവർക്ക് ഞാൻ നന്നായിട്ടൊരു ഭക്ഷണമൊക്കെ കൊടുത്തൊരു സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മ നമ്മളെ മകനായിട്ട് കാണുന്നുണ്ടെന്നായിരിക്കുമല്ലോ മനാഫ് ആ സമയത്ത് വിശ്വസിച്ചിട്ടുണ്ടാവുക. ആ ഒരു അർത്ഥത്തിലാണ് അമ്മനോട് ഷെയർ ചെയ്ത്. അതുപോലും തെറ്റായിപ്പോയി. കാരണം അവിടെ ചെന്ന അധികം ആളുകളും മനാഫിൻ്റെ ആതിഥേയത്വം ഉൾക്കൊണ്ടവരാണ്, അല്ലെങ്കിൽ അത് അനുഭവിച്ചവരാണ്. മനാഫിൻ്റെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കിയവരാണ്. അപ്പോൾ മനാഫ്, ഈശ്വർ മാൽപേ, രഞ്ജിത്ത് ഇസ്രായേൽ, സൈനികർ, എല്ലാവരും സാധാരണക്കാർ, ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയ വളണ്ടിയേഴ്സ്, അവിടുത്തെ നാട്ടുകാരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വലിയ സംഘത്തിൻ്റെ വിജയം തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉപരി 72 ദിവസത്തിന് ശേഷം ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പിച്ച ഒരാളെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ആ ക്യാബിൻ അർജുൻ സ്നേഹിച്ച വണ്ടി അർജുനെ സംരക്ഷിച്ചു. മനാഫ് വിശ്വസിച്ച വണ്ടിയും അർജുനും മനാഫിന് തിരിച്ചു കിട്ടി. എന്താ പറയുക, അർജുൻ്റെ കുടുംബത്തിന് അർജുനെ തിരിച്ചു കിട്ടി. ഇതൊക്കെ തന്നെ എന്താ പറയുക, ദൈവാധീനം, അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അധ്വാനം, താൻ പാതി ദൈവം പാതി എന്ന പോലെ തൻ്റെ പരമാവധി അർജുനെ കൊണ്ടേ ഞാൻ തിരിച്ചു വരും നിക്ഷേധാർഢ്യം, ആ മനുഷ്യൻ്റെ അധ്വാനം, ഉള്ളലിഞ്ഞുള്ള സ്നേഹം, അതുപോലെ മനസ്സിലാക്കാൻ അർജുൻ്റെ കുടുംബത്തിന് സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ ഇവിടെ കെട്ടടങ്ങട്ടെ. കാരണം മനുഷ്യർ രണ്ട് പക്ഷമായി തീരുന്നത് കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടവരല്ല, നമ്മൾ ഒന്നായി തീരേണ്ടവരാണ്. നമ്മൾ ഒന്നാണെന്ന ബോധ്യം നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അർജുൻ തിരിച്ചു പോയപ്പോൾ അതേ അർജുൻ്റെ പേരിൽ തന്നെ നമ്മൾ ഒന്നല്ല, നമ്മൾ രണ്ടാണെന്നുള്ള തിരിച്ചറിവിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നുള്ളൊരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മനാഫിനെ പോലുള്ളവരും, ഈശ്വർ മാൽപയെ പോലുള്ളവരും, രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ളവരും, അതുപോലെ ഹൃദയം വിശാലതയുള്ളവരും ഒക്കെ കൂടിച്ചേർന്നതാണ് നമ്മുടെ ലോകം. അവരൊക്കെ തന്നെയാണെന്ന് നമ്മളെ ലോകത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ഈ പ്രശ്നത്തെ കൂടുതൽ കൊണ്ടുപോകാതെ ഏറ്റവും സൗമ്യമായ രീതിയിൽ, വളരെ പക്വമായ രീതിയിൽ മനാഫ് പ്രതികരിച്ചത് കണ്ടു ഭയങ്കര സന്തോഷം തോന്നി. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിവൈകാരികമായിട്ടൊക്കെ സംസാരിക്കാമായിരുന്നു. പക്ഷേ വളരെ ക്ഷമയോടുകൂടെ തൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും കൂടി എന്താ പറയുക മെച്ചപ്പെടുത്തി, അല്ലെങ്കിൽ മെച്ചപ്പെടുത്തി എന്നല്ല, പാകതയോടുകൂടി സംസാരിച്ചാണ് അദ്ദേഹം ഈ പ്രസ് മീറ്റ് അവസാനിപ്പിച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. അർജുൻ്റെ ഫാമിലിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനേക്കാളും മനോഹരമായിട്ടൊരു സൗഹൃദം അല്ലെങ്കിൽ സ്നേഹബന്ധമായിരിക്കട്ടെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ടത്. ഇനി തുടർന്ന് പോവട്ടെ എന്ന് നമ്മൾ ദൂരമുള്ളവർ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാ വിവാദങ്ങൾക്കും ഒരു അറുതി ഇന്നത്തോടുകൂടി ഉണ്ടാവുമെന്ന പ്രത്യാശയോടുകൂടി